ഹായ് ബ്യൂട്ടിഫുൾ ലേഡീസ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മോയ്സ്ചറൈസർ പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് കുറേ ആക്നെ ഉണ്ട്, ആക്നെ പ്രോൺ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ പറഞ്ഞു തരുമോ എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് ആകെ സെറ്റാഫിലിൻ്റെ ജെൻറ്റൽ ക്ലെൻസർ യൂസ് ചെയ്തോന്നായിരിക്കും. അപ്പം ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് എന്താ പറയുക മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ചിട്ട് എൻ്റെ സ്കിന്ന് കുറച്ച് ഓയിലി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറേ ഇല്ല. ഡോക്ടർ എന്നോട് യൂസ് ചെയ്യേണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുമ്പോൾ നല്ല മോയ്സ്ചറൈസർ പറയുമോ, പിമ്പിൾ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ പറയുമ്പോൾ ഞാനൊന്നും ഇത്രയും നാളായിട്ട് ഞാൻ പറയാത്ത, കാരണം യൂസ് ചെയ്യാതെ ഞാൻ എങ്ങനെ റിവ്യൂ ഇടും, അതുകൊണ്ട് മാത്രം ഞാൻ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അല്ല കേട്ടോ, ഗൾഫ് കൺട്രീസിൽ ഒട്ടുമിക്ക ആൾക്കാരും എ സിക്കകത്തായിരിക്കും ഫുൾ ടൈം ഉള്ളത്. അപ്പം നമ്മൾ ഫുൾ ടൈം എ സി ലൈഫിൽ നമുക്ക് മോയ്സ്ചറൈസർ ഇല്ലാതെ പറ്റത്തില്ല ഗൈസ്. ഒട്ടുക്കത്തെ ചൂടുവെള്ളമായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നറിയില്ല, ഈ ഗൾഫ് കൺട്രീസിൽ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ചൂടുവെള്ളം. കുവൈറ്റിൽ ഭയങ്കര തിളച്ച വെള്ളമായിരിക്കും കുളിക്കാൻ വരുന്നത്. അതെടുത്ത് ഫേസിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുൾ ടൈം എ സിയിലിരിക്കുമ്പോൾ നോർമലി നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞ് ഡ്രൈ ആവും കേട്ടോ. പിന്നെ എൻ്റെ സ്കാർ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഒരു മെഡിസിൻ തേക്കുന്നുണ്ട്. കുറേയൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് ഡ്രൈ ആവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് തേച്ചാലും പെട്ടെന്ന് പിമ്പിൾ വരുന്ന സ്കിന്നാണല്ലോ എൻ്റെത്. നിങ്ങൾ കുറേ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പെട്ടെന്ന് ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും ഒന്ന് തേക്കാൻ തന്നെ ഭയങ്കര പേടിയാട്ടോ. അവസാനം ഞാൻ എന്താക്കി, ഞാനൊരു മോയ്സ്ചറൈസർ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് വാങ്ങിയിട്ടോ. അത് സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് മോയ്സ്ചറൈസർ ആട്ടോ. അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നത് തൊട്ടിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞോട് ഞാൻ വാങ്ങി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 1 മന്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 1 മന്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡ്രൈ ഒക്കെ ഉള്ളത് ഒറ്റയടിക്ക് തന്നെ മാറ്റും. സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ രാത്രിയും ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് സെബാമെഡിൻ്റെ. പക്ഷേ ഞാൻ മേടിച്ചത് അഡൽട്ടിൻ്റെ ഒന്നല്ല, ബേബിക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേസിലെ എൻ്റെ ഡ്രൈനെസ് നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുത്ത് മോയ്സ്ചറൈസർ റിവ്യൂ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കാന്ന്. അപ്പോൾ ഇത് ബേബി സെബാമെഡ് ക്രീമാണ്, എക്സ്ട്രാ സോഫ്റ്റ് കേട്ടോ. ഇത് എന്താ പറയുക, ഇപ്പം നമുക്ക് ബേബീസിനൊക്കെ ഒരിക്കലും ഭയങ്കര ഹാംഫുള്ളായിട്ടുള്ള ക്രീംസൊക്കെ മീൻസ് സെബാമെഡൊക്കെ നല്ല കമ്പനിയല്ലേ, pH 5.5 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെബാമെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടെങ്ങാനും ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്തു. ഫേസ് വാഷാണോ മോയ്സ്ചർ ഇതുപോലെ എന്തോന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നാട്ടിൽ വെച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം എൻ്റെ സ്കിന്ന് ഡ്രൈ ആയപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് സൂട്ടബിളായി. അത് ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ എന്തായാലും കിട്ടും, കിട്ടാതിരിക്കാൻ വഴിയില്ല. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബേബീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്കും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഒന്നും വരില്ല. കാരണം ബേബീസിനൊക്കെ സോഫ്റ്റ് സ്കിന്നല്ലേ, ഭയങ്കര ബേബി സ്കിന്നിന് പറ്റുന്നതൊക്കെ പെട്ടെന്ന് ഇറിറ്റേഷനൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ ക്രീം വരുന്നത്. അപ്പോൾ നമുക്കും പ്രത്യേകിച്ച് വരില്ല, എനിക്കത് വരെ വന്നിട്ടില്ല. അപ്പം നല്ലൊരു മോയ്സ്ചറൈസർ തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെബാമെഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ എന്താ പറയുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഭയങ്കര ആക്നെ പ്രോൺ ഉണ്ട്, ഭയങ്കര പിമ്പിൾസ് ഉള്ള സ്കിൻ ഓയിലിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ദയവ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര ഓയിലി സ്കിന്നാകുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പിമ്പിൾ പിന്നെയും ബ്രേക്ക് ഔട്ട്സ് വരുള്ളൂ. ഇതെൻ്റെ ഒരു അനുഭവം. അതുപോലെ എനിക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ എൻ്റെ കൺസേൺ പറഞ്ഞു തന്നതും കൂടി കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ദയവ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക മോയ്സ്ചറൈസറാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വാങ്ങുക, ഒരു ചെറുത് മേടിക്കുക, എന്നിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാതെ വലുതൊന്നും വാങ്ങിയിട്ട് ഒരു സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ സെബാമെഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മോയ്സ്ചറൈസർ റിവ്യൂ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സെബാമെഡിൻ്റെ നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്രീംസും ഇവിടെ കിട്ടുന്ന ക്രീംസും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ ചില ബോഡി ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ബോഡി മോയ്സ്ചറൈസർ ബോഡി ക്രീംസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു എഫക്റ്റ് എനിക്ക് തോന്നിയിട്ട് ഇവിടുത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എഫക്റ്റ് തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ തോന്നലായിരിക്കും, എനിക്ക് അറിയില്ല കറക്റ്റ്. എന്തായാലും ചിലപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെല്ലാവരും വിശേഷം? സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നു, റൂമിൽ വരുന്നു, കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം, ഭയങ്കര ചൂടായതുകൊണ്ട് എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതൊക്കെ പോട്ടെ. അപ്പോൾ അടുത്തൊരു ബോഡിക്ക് പറ്റുന്ന നല്ല സ്മെല്ലി ബോഡി ക്രീം വാങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. നല്ല സ്മെല്ലിങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്നൊക്കെ ഞാനിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മളെ ക്രോസ് ചെയ്ത് നമ്മൾ അടുത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും അവരെങ്ങ് നല്ല സുഗന്ധം പരത്തും. അപ്പം ഞാൻ ഒരിക്കലും ഇവിടുമാരൊക്കെ എന്തുവായി തേക്കുന്നതെന്ന് അങ്ങനെ ഞാനിങ്ങനെ കുറേ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻചാൻറ്ററിൻ്റെ കുറേ നാൾ ബോഡി ലോഷൻസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ബോഡി ക്രീം വാങ്ങിയത്. ആൽമണ്ട് ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്രീം കേട്ടോ. എൻ്റെ ദൈവമേ, നല്ല എന്താ പറയുക, നല്ല സ്മെല്ലാണ് അതിന്. ആക്ച്വലി ഇത് എനിക്ക് ഇവിടുന്ന് 1 kg കിട്ടിയത്. കുവൈറ്റ് ദിനാർ 1 kg എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 300 രൂപയുടെ അടുത്ത് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300-400 രൂപയുടെ ഉള്ളിൽ വരും കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളി സ്മെല്ലാട്ടോ. ഇതിങ്ങനെയാണ് ഇതിങ്ങനെ തുറക്കുമ്പോൾ സ്മെല്ല. പിന്നെ നല്ല മോയ്സ്ചറൈസിങ് കേട്ടോ, നല്ല അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് എന്താ പറയുക, ഞാൻ കുറേ നാളായി ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി സ്മെല്ല്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്മെല്ല് നിങ്ങളെ ബോഡിക്കൊക്കെ ഇടുന്ന ഇങ്ങനെ മീൻസ് എന്തപ്പോൾ ഞാൻ പറയുക, വാക്കുകളൊന്നും വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ എടുക്കാത്തോണ്ടാണ് തോന്നുന്നുണ്ട് കുറേ നാളായിട്ട്. നമ്മളെ ബോഡിക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടണം എന്നൊക്കെ വിചാരിക്കുമല്ലോ ആൾക്കാർ. നല്ല ഇങ്ങനെ 4 ആൾക്കാർ നല്ല മണം എന്ന് പറയുന്ന ഒരു സ്മെല്ല് കിട്ടണം എന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു സാധനമായിരിക്കും ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബാത്ത് ആൻഡ് ബോഡിയുടെ ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് നോക്കി നോക്കാം. അടിപൊളി നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെത്. എനിക്കൊന്നും പറയാനില്ല, അത്രയും എനിക്കിഷ്ടപ്പെട്ട്. നല്ല മോയ്സ്ചറൈസിങ് ക്രീമുമാണ്. ഹൈഡ്രേറ്റ് ആയിട്ട് ബോഡിക്കകത്ത് ഇങ്ങനെ നിൽക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പം നല്ല ഡ്രൈ സ്കിന്നാണ്, നല്ല സ്മെല്ലിയൊക്കെ വരണം ബോഡി. ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയുടെ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ പോയിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ പോയി മേടിച്ചുകൊണ്ട് എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ല് എന്താ പറയുക, ഞാനിങ്ങനെ എല്ലാം നോക്കിയാണ് മേടിച്ചത്. പക്ഷെ എനിക്കിത് ആൽമണ്ട് അല്ല, എമംഗ് ദ ക്ലൗഡ്സ് എന്ന് പറയുന്ന എമംഗ് ദ ക്ലൗഡ്സ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഹൈഡ്രേഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലി അടിപൊളി സുഗന്ധം പരത്തുന്ന ടൈപ്പുള്ള നല്ലൊരു ബോഡി ക്രീമാണ്. അപ്പോൾ നിങ്ങൾ നല്ല ബോഡി ക്രീമൊക്കെ വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൺസൾട്ടൻസി എന്നൊക്കെ വായിൽ വാക്കുകൾ വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനത്തെ നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല ഇങ്ങനെ ക്രീമി അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ.
നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും, നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ മേലെ ഞാൻ സൺസ്ക്രീൻ ഇടുമ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഓയിലി ആയിട്ട് അങ്ങനെ നിൽക്കുകയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അടിപൊളി സാധനമാണ്. ഇതിന് പ്രത്യേകിച്ച് ഈ സെബാമെഡിന് പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഒരു ഓയിൽമെൻ്റ് എന്നല്ല, ഒരു മോയ്സ്ചറൈസർ ക്രീം. ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഇല്ല കേട്ടോ, ഒരു സ്മെല്ലും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ചില മോയ്സ്ചറൈസിങ്ങിലും കുറേ ഫേസ് വാഷിലൊക്കെ ഭയങ്കര സ്മെല്ല് നമുക്ക് ഫീൽ, അതുപോലത്തെ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സാധനമാണ്, ക്ലിനിക്കലി ടെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബാത്ത് ആൻഡ് ബോഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലി ബോഡി ക്രീമൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി അറിയാം, ബാത്ത് ആൻഡ് ബോഡിയുടെ നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സെബാമെഡും ചില ഞാനൊക്കെ ഏതെങ്കിലും കിട്ടുമ്പോൾ ഇട്ടുകൊണ്ട് കിടക്കുന്ന ആ ഒരു ടൈപ്പ്, മീൻസ് ഏതെങ്കിലും ഒരു ക്രീമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വെറുതെ കയ്യിലും കാലും തേച്ചുകൊണ്ട് നോക്കും. സ്മെല്ലൊന്നും ഇങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ സ്മെല്ലി ബോഡി ലോഷനൊന്നും ഞാനങ്ങനെ ചിന്തിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് എനിക്കിങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം, കാരണം നമ്മളിങ്ങനെ നല്ല സ്മെല്ലുള്ള ഇങ്ങനെ ബോഡി ക്രീമൊക്കെ തേക്കണം എന്നൊക്കെ ആഗ്രഹം. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചു. അപ്പോൾ അങ്ങനെ തപ്പി നടക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, നല്ല സ്മെല്ലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രീംസൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള, അവർക്കൊക്കെ പറ്റിയ സാധനം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് മേടിച്ച് നോക്കുക. വലിയ എമൗണ്ടൊന്നും കൊടുത്ത് മേടിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചെറിയതായിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇത് ധൈര്യമായിട്ട് ആർക്കും മേടിച്ചു, ബോഡിയിലിടുന്ന കാര്യമല്ലേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. പക്ഷേ സെബാമെഡ് ഭയങ്കര ഓയിലി ആയിട്ട് ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നുകാരൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ, കാരണം എനിക്കറിയില്ല എങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നോർമൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയവർക്കൊക്കെ നല്ല ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും, പിമ്പിൾസ് ഒന്നും വരില്ല. നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് എന്താ പറയുക കുറച്ച് വീഡിയോ ഒക്കെ ഇടാനുള്ള മൂഡ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇടാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക മറക്കരുത്. ഓക്കെ, ബൈ.